ഹലോ ഫ്രണ്ട്സ്, ഷാസുലോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സൗദി അറേബ്യയിൽ ഡ്രൈവർമാർ വാഹനം ആക്സിഡൻ്റ് ആയാൽ നമുക്ക് എങ്ങനെ നജ്മിനെ റിപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ്. കുറച്ച് മുന്നൊക്കെ നമ്മൾ വാട്സപ്പിൽ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ വരുന്ന പോലെയായിരുന്നു നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് പുതുതായിട്ട് വരുന്ന ഡ്രൈവർമാർക്കൊക്കെ എങ്ങനെ ആക്സിഡൻ്റ് ആയാൽ നമുക്ക് നജ്മിനെ റിപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇത് കണ്ടില്ലേ, നജിം. അപ്പോൾ നജിമിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിലിങ്ങനെ വാട്സപ്പിൽ കിട്ടും. അപ്പോൾ അതിൽ ജസ്റ്റ് ഈ നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ അപ്പോൾ ഇതേപോലെ ലിങ്ക് കിട്ടും. കണ്ടില്ലേ. അപ്പോൾ ഈ ലിങ്ക് കിട്ടുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് നജിമിൻ്റെ ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യും. അപ്പോൾ തുറന്ന് വരുമ്പോൾ ഈ ഒരു സ്ക്രീനാണ് വരിക, ഇതേപോലെ. അപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ വാഹനം ജസ്റ്റ് നമുക്ക് സൈഡാക്കാൻ പറ്റുമെങ്കിലും ഇപ്പോൾ റോഡിലാണെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഉണ്ടാക്കാതെ വാഹനം ഒരു സേഫായ സ്ഥലത്തേക്ക് നിർത്തുക എന്നുള്ളതാണ്. അത് നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്താൽ നമുക്ക് ഉണ്ടോ ഇതേപോലെ ഒരു പേജ് വരും. ഈ ഒരു പേജിൽ ഫസ്റ്റ് ചോദിക്കുന്നത് ഇഞ്ചുറീസ് ഉണ്ടോയെന്നാണ്. അതായത് നമുക്ക് വാഹനം തട്ടി പരിക്ക് വല്ലതും ഉണ്ടോയെന്നാണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ യെസ് അടിക്കുക. യെസ് അടിച്ചാൽ ആംബുലൻസ് വരും കൂടെ. അപ്പോൾ ഇതിലിപ്പോൾ നോ, ജസ്റ്റ് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്തത് എൻ്റെ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് നോ അടിച്ച് ജസ്റ്റ് നോ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ആക്സിഡൻറ്റ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഓപ്ഷന് ആക്സിഡൻറ്റ് ടൈപ്പാണ്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് ടൈപ്പിൽ നമുക്ക് ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കാറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണം. ഒരുപാട് ഒന്ന് നമ്മൾ പ്രോംപ്റ്റ് വഴി, അതായത് വാട്സപ്പിൽ നമുക്ക് ഒന്ന് അങ്ങോട്ട് അയക്കുമ്പോൾ അതിൻ്റെ ആൻസർ തിരിച്ചയക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ഇത് ഫുള്ള് ഇപ്പോൾ വെബ്സൈറ്റിലായിരുന്നു. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ കാറിൻ്റെ ഗ്ലാസ് പൊട്ടിയതാണ്. അപ്പോൾ കൊലിഷൻ വിത്ത് 1 or more വെഹിക്കിൾസ് എന്നുണ്ട്. അതായത് കൂട്ടിയിടിച്ചാണെങ്കിൽ ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒതറാണെങ്കിൽ ഒതറടിക്കുക. പിന്നെ ചോദിക്കുന്നത് ഈ മെമ്പറാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവറുടെ ഈ നമ്പർ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും താഴെ ചോദിക്കുന്നുണ്ട്. അത് അടിച്ചതിന് ശേഷം ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് ടൈപ്പ് എന്നുള്ളതുണ്ട്. മുകളിൽ ചോദിക്കുന്നത് ആക്സിഡൻറ്റ് ടൈപ്പിൽ കൂട്ടിയുടെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതിൽ ഇത്രത്തോളം ഓപ്ഷന് വന്നിട്ടുണ്ട്. അതായത് ഇത് ഓപ്ഷൻ വരുന്നത് പിന്നെ സ്ഥിരമായൊരു സാധനത്തിൽ കൊണ്ട് ഇടിച്ചതാണെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ജീവികളെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ട്. വെഹിക്കിൾ ബേണ്ടർ, വണ്ടി, അങ്ങനെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വാട്സപ്പിൽ ഭയങ്കര റിസ്ക് ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ തന്നെ നമുക്ക് അതർ പാർട്ടി ഇല്ലാത്തതാണ്. അതായത് നമ്മളെ സ്വന്തം ഇൻഷുറൻസ് വെച്ചിട്ട് നമ്മൾ ക്ലെയിം ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യമൊന്നും 2 ടീമിനെ വെച്ചിട്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 വെഹിക്കിളാണെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ ഏതാണെന്ന് വെച്ചാൽ അതിൽ സെലക്ട് ചെയ്യാം. നമ്മുടെ പിന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ ജസ്റ്റ് നല്ല ക്ലിയറിലൊരു ഫോട്ടോ അയക്കാൻ പറയും. അപ്പോൾ ജസ്റ്റ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ നമ്പർ പ്ലേറ്റ് അതിൽ സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക് വരും. പക്ഷേ ഇതിനൊക്കെ തന്നെ ഈ ഒരു ലിങ്കിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ ലൊക്കേഷൻ ഓൺ ആക്കിയിടണം. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് നമ്മുടെ ലൊക്കേഷനാണ്. ലൊക്കേഷൻ ചോദിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു ഓപ്ഷൻസൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ ലൊക്കേഷനാണ് ആദ്യം ഒരു ടാർഗറ്റ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വണ്ടിയുടെ 4 ഭാഗത്തു നിന്നുള്ള ഫോട്ടോ അടിക്കാൻ പറയും. അപ്പോൾ പിന്നെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഫോട്ടോ 4 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കുക. പിന്നെ രണ്ടാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്തുകൊണ്ട് 2 സൈഡിൽ നിന്ന് എടുക്കുക. അങ്ങനെ 4 ഭാഗത്തു നിന്ന് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഓക്കെ അടിച്ചാൽ നമുക്ക് ആക്സിഡൻറ്റ് നമ്പർ കിട്ടും. പിന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. അപ്പോൾ ആക്സിഡൻറ്റ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അണ്ടർ പ്രോസസ്സിംഗ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പിന്നെ എന്താ പറയുക, കുറച്ച് ക്രിട്ടിക്കൽ അല്ലാത്ത സ്റ്റേജിലൊക്കെ നജിം ഇപ്പോൾ സ്ഥലത്തേക്ക് വരുന്നില്ല. അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് കോള് വിളിക്കുകയാണ്. അപ്പോൾ എൻ്റെ അത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ ചെയ്തത്, എന്താ പറ്റിയത്, എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ കല്ലടിച്ചിട്ട് ക്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓല് പറഞ്ഞു ഓക്കെ വീട്ടിൽ അവിടുന്ന് പോയിക്കോളെന്ന് പറഞ്ഞു, ലൊക്കേഷനിൽ നിന്ന് പോയിക്കോളെന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ കൺഫർമേഷൻ കോൾ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10 മിനിറ്റാണ് അവർ ചോദിക്കുന്നത്. 10 മിനിറ്റ് 10 to 20 മിനിറ്റിനുള്ളിൽ വിളിക്കൂലേ. അപ്പോൾ വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ പിന്നെ ഒരു പറയും ഓക്കെ നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് മെസ്സേജ് വരും എന്ന് പറയും. അപ്പോൾ നെജ്മിൻ്റെ നമ്മളെ ആക്സിഡൻറ്റ് റിപ്പോർട്ട് നമ്മുടെ ഫോണിലേക്ക് വരും. അപ്പോൾ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ ഓഫീസർമാർ വന്നിട്ട് ഒരു ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ നമുക്ക് പിന്നെ ആക്സിഡൻറ്റ് പറ്റിയത് എങ്ങനെയെന്ന് നമ്മൾ ആദ്യം പേപ്പറിൽ എഴുതി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ നമ്മളിതിൽ ഈ ഒരു ഓപ്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ആക്സിഡൻറ്റിനെ പറ്റിയിട്ടുള്ള വിവരണം ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ എഴുതിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഫോട്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കൊരു വിളിക്കും, നിങ്ങളോട് പോകാൻ പറയും. അപ്പോൾ നമ്മുടെ ഫോണിക്ക് നെജ്മിൻ്റെ ആക്സിഡൻറ്റ് റിപ്പോർട്ട് വരും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിളിച്ചിട്ട് ഇതേപോലെ ഒരു കൺഫർമേഷൻ നമ്മുടെ വെബ്സൈറ്റിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ടും വരും. അപ്പോൾ ഇതിൽ ഇഷ്യൂയിങ് ദ ആക്സിഡൻറ്റ് റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വിളിച്ചിട്ട് നിങ്ങളോട് പോകാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ഥലം വിട്ട് പോകാം. നിങ്ങളുടെ ഫോണിക്ക് ആക്സിഡൻറ്റ് റിപ്പോർട്ട് വരും നെജ്മിൻ്റെ. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് തക്ബീർ എടുത്താൽ മതി. ഇത് സിസ്റ്റം മൊത്തത്തിൽ ചേഞ്ച് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.